48 hours had passed since Edgar Anderson was last seen around 8 a.m. en route to school. നെറ്റ്ഫ്ലിക്സിൻ്റെ ഏറ്റവും പുതിയൊരു ത്രില്ലർ സീരീസാണ് എറിക് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഇതിൽ സ്റ്റാർ ചെയ്തിരിക്കുന്നത് ബെനഡിക്റ്റ് കംബർബാച്ച് ആണ്. അത് നമ്മുടെ വിൻസെൻ്റ് എന്ന് പറഞ്ഞ മെയിൻ ലീഡാണ് ചെയ്തിരിക്കുന്നത്. എറിക് എന്ന ഈ ഷോ ഇപ്പോൾ റീസെൻ്റ്ലി സ്ട്രീം ചെയ്യുന്നതിൽ മോസ്റ്റ് സെർച്ച്ഡ് ആയിട്ടുള്ള ഒരു ത്രില്ലർ ഷോയാണ്. സോ ആകെ മൊത്തം 6 എപ്പിസോഡാണ് ഈ സീരീസിനുള്ളത്. എബൌട്ട് 1 hour ഡ്യൂറേഷനാണ് ഓരോ എപ്പിസോഡിനും ഉള്ളത്. ഇനി സ്റ്റോറിലോട്ട് വരുമ്പോൾ നമ്മുടെ മെയിൻ ക്യാരക്ടറായ വിൻസെൻ്റ് ആളൊരു പപ്പറ്റിയറാണ്. അങ്ങനെ വിൻസെൻ്റിൻ്റെ കിഡ് ഒരു മോർണിംഗ് സ്കൂളിൽ പോകുന്ന വഴിയിൽ മിസ്സിംഗ് ആവുന്നു. തുടർന്ന് ആ കുട്ടിയെ കണ്ടുപിടിക്കാനുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ആയിട്ടാണ് ഈ ഷോ മുന്നോട്ട് പോകുന്നത്. നൗ എനിക്ക് ഈ ഷോ കണ്ടിട്ട് എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറയാം. ഫോർ മീ 6 എപ്പിസോഡാണ് ഈ ഷോയിലുള്ളത്. അപ്പോൾ അവർ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ കുത്തിക്കയറ്റിയ പോലെ തോന്നി. ലൈക്ക് ഇതിൽ സൈഡ് സ്റ്റോറീസ് പോലെ വന്നിട്ടുണ്ട്, കുറേ സോഷ്യൽ ഇഷ്യൂസ്, പിന്നെ പൊളിറ്റിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്തേക്ക്. ഇപ്പോൾ ന്യൂയോർക്ക് സിറ്റിയിലാണ് ഇത് നടക്കുന്നത്. അപ്പോൾ ആ ന്യൂയോർക്ക് സിറ്റിയുടെ തന്നെ വളരെ ഷെയ്ഡഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് അത് നടക്കുന്നത് കൊണ്ടും അവിടെ കുറേ സ്കെച്ചി ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഈവൻ ബാർസ്, പബ്ബ്, അതുപോലെ ഹോംലെസ് ആയിട്ടുള്ള ആളുകൾ, ഇതെല്ലാം ഇതിനകത്തേക്ക് ഒന്ന് മിക്സ് ചെയ്ത് അവർ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ എവിടേക്കോ ആ ഒരു സ്റ്റോറിയുടെ ഒരു ഒഴുക്ക് നഷ്ടപ്പെട്ടായിരുന്നു തോന്നി. ബട്ട് ആ ഇൻവെസ്റ്റിഗേഷൻ പാർട്ടിലോട്ട് വന്നു കഴിയുമ്പോൾ അതെല്ലാം തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് അവരുടെ ആ മാജിക് വർക്കായത്. കാരണം നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞ ആ ഒരു ഇതിനകത്തേക്ക് വരുമ്പോൾ വളരെ എൻഗേജിങ് ആയിട്ട് എനിക്ക് കണ്ടിരിക്കാൻ തോന്നി. അതുപോലെ ഇപ്പോൾ ഇതിൽ ഇൻവെസ്റ്റിഗേഷൻ പോകുന്ന ആ ഒരു രീതിയും, പിന്നെ അതുപോലെ ഓരോ ആൾക്കാരെ കാണിച്ചിട്ട് നമ്മൾ വിചാരിക്കും ഇയാളാണോ ആ കുറ്റം ചെയ്തത്, ഇയാളാണോ ആ കുട്ടിയെ തട്ടിക്കൊണ്ട് പോയി എന്നുള്ള ആ ഒരു ഡൗട്ട് ഫീൽ ചെയ്യിക്കാൻ ഇതിലെ റൈറ്റേഴ്സിനും അതുപോലെ ഡയറക്ടേഴ്സിനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സംഭവം അവരത് വളരെ ഭംഗിയായിട്ട് മാനേജ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്കിതിൻ്റെ എൻഡിങ് പാർട്ട് വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഒരു ചെറിയ കാര്യം ഒഴിച്ച് അത് നിങ്ങൾ കാണുമ്പോൾ അറിയാം, അത്ര വലിയ സ്പോയിലർ ആവും. ആൻഡ് എറിക്കിൻ്റെ ക്യാരക്ടർ, ഓ മൈ ഗോഡ്, ഐ ലവ് ഇറ്റ്. ട്രസ്റ്റ് മീ, എൻഡിങ് ആവുമ്പോൾ നിങ്ങൾ ഇമോഷണലി നല്ല പോലെ കണക്റ്റ് ആവും. സോ വിൻസെൻറ്റിൻ്റെ ക്യാരക്ടർ ഒരു രക്ഷമില്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതായത് ബെനഡിക്റ്റ് കംബർബാച്ച് ആ ഒരു ഇത് അത്ര ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നുണ്ടോ. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ആളുടെ വൈഫുമായിട്ടുള്ള ഡെയിലി ഫൈറ്റ്സ്, വർക്കേഴ്സിൻ്റെ അടുത്ത് വളരെ റൂഡായിട്ട് ഉള്ള പെരുമാറ്റം, അങ്ങനെയുള്ള രീതിയിലൊരു വളരെ ടോക്സിക് അല്ലെങ്കിൽ വളരെ ഇതായിട്ടുള്ള റൂഡായിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഈ ഇതെന്ന് പറയുന്നത്. സോ അവിടെ ആ ഒരു മൊമെൻറ്റും പിന്നെ ആൾ ഫേസ് ചെയ്യുന്ന കുറേ ഇഷ്യൂസും എല്ലാം കൊണ്ടും ഇവൻ വളരെ ബെറ്റർ ആയിരുന്നു. ദെൻ ഇതിൽ അടുത്ത് വരുന്നൊരു മെയിൻ ക്യാരക്ടറാണ് ലിഡ്രോയിഡ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഡിറ്റക്റ്റീവ്. ക്യാരക്ടർ ഈസ് ഗുഡ്. ബട്ട് ഇവിടെ നെറ്റ്ഫ്ലിക്സ് അവരുടെ സ്ഥിരം പരിപാടി കാണിച്ചിട്ടുണ്ട്, മനസ്സിലായി കാണുമല്ലോ. അതിൻ്റെ ഇടയ്ക്ക് ഒരാവശ്യവുമില്ലാതെ ഒരു ഗേ ക്യാരക്ടറിസ്റ്റിക് ആ ഒരു ആൾക്ക് കൊടുക്കുന്നുണ്ട്. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, ഒരാവശ്യമില്ലായിരുന്നു. ദെൻ വിൻസെൻറ്റിൻ്റെ വൈഫിൻ്റെ റോളും വളരെ ടെറിഫിക് പെർഫോമൻസ് ആയിരുന്നു. അത്ര ഗംഭീരമായിട്ട് ആ ആൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വളരെ ബ്രില്യൻ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും അവരുടെ ആ ഒരു ആങ്കർ അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻ സ്റ്റേറ്റ് എല്ലാം. ഇതിൻ്റെ എന്തൊക്കെ ആയി കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരു പക്ഷേ ചെറിയ ഡിസപ്പോയിൻമെൻറ്റ് തോന്നിയേക്കാമെങ്കിലും കൂടിയും ഐ തിങ്ക് ആ ഒരു എറിക് എന്ന് പറഞ്ഞ ക്യാരക്ടർ ഉള്ളത് കൊണ്ട് തന്നെ അതൊരു നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു വളരെ വളരെ ഒരു ഗുഡ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു ഇമോഷണലി അറ്റാച്ച്മെൻറ്റ് തോന്നുന്ന രീതിയിലുള്ളൊരു ഇതാക്കി മാറ്റും ഈ ഷോവിനെ. അപ്പോൾ ഒന്ന് കണ്ടു നോക്കുക എന്തായാലും.